അപ്പൊ ഗുഡ് ഈവനിങ്. അപ്പോ നിങ്ങൾ വന്നിരിക്കുന്നത് PSCയുടെ റിവൈസിങ് വേണ്ടിയിട്ടാണ് അല്ലെ? റിവിഷന് വേണ്ടിയിട്ടല്ലേ ഉള്ളൂ? ആകെ 4 പേരാണോ ഉള്ളത്? എങ്ങനെയാ? അപ്പൊ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന്റെ ആണ് ഞാൻ ഡീൽ ചെയ്യാൻ പോണത്. നമുക്ക് 10 മൊഡ്യൂൾ ഉള്ളതില് നമുക്ക് 5 ക്ലാസ് വീതം വെച്ചിട്ട് 2 മൊഡ്യൂൾ ഒരു ദിവസം കവർ ചെയ്യാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് മാത്രമാണ് ഇന്ന് എടുത്തു പോകുന്നത്. ഫസ്റ്റ് വൺ നമ്മൾക്ക് മൊഡ്യൂൾ 6 and 7 ഞാൻ ഓപ്റ്റ് ചെയ്യാണ്. കാരണം അത് ഏറ്റവും സിംപ്ലസ്റ്റും ആണ്, എന്നാൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റും കൂടിയിട്ടുള്ളതായതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. ഇതിലെ മൊഡ്യൂൾ 6 എന്ന് പറയുന്നതിൽ മെയിൻലി നമുക്കിവിടെ സോയിൽ പ്രോപ്പർട്ടീസിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് മെക്കാനിക്സിന്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. സോയിൽ മെക്കാനിക്സിന്റെ സോയിൽ ഇറോഷൻ എങ്ങനെ ഉണ്ടാവുന്നു, അതിന്റെ തടയാനുള്ള മാർഗങ്ങൾ, അതിന്റെ മെക്കാനിക്സ്, കാര്യങ്ങളെല്ലാം. ഇതിന്റെ പിന്നെ വരുന്നത് നമുക്ക് മെയിൻലി ഹൈഡ്രോളജിക്കൽ ആസ്പെക്ട്സ് ആയിട്ടുള്ള റെയിൻഫോളിന്റെ മീൻ റെയിൻഫോൾ എസ്റ്റിമേഷനും റൺ ഓഫ് മെഷർമെന്റും ആയിട്ടുള്ളതാണ്. അപ്പോ പിന്നെ ഉള്ളത് വാട്ടർഷെഡ് മാനേജ്മെന്റ്. ഇങ്ങനെ മൊത്തം ഉള്ള മൊഡ്യൂളില് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ആയിട്ടുള്ളത് ഈ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇന്ന് കവർ ചെയ്യുന്നത്. മൊഡ്യൂൾ 7 അതുമാതിരി ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർവേയിങ്ങും ലെവലിങ്ങും, പിന്നെ ഉള്ളത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ലാമിനാർ ഫ്ലോ, ഓപ്പൺ ചാനൽ ഹൈഡ്രോളിക്സ്, പിന്നെ ഡ്രോപ്പ് സ്ട്രക്ചേഴ്സ്, വാട്ടറിന്റെ കൺട്രോളിന്റെ ഫാമിലെ സ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ട്. നിങ്ങൾ എല്ലാവരും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണോ? ഇതിൽ ആരെങ്കിലും അഗ്രികൾച്ചർ എഞ്ചിനീയേഴ്സ് ഉണ്ടോ? ഓഡിയൻസ്, ഹലോ, മിഥുൻ, നിഖിൽ, ആരെങ്കിലും അഗ്രികൾച്ചർ എഞ്ചിനീയർ? എല്ലാരും മെക്കാനിക്കൽ ആണ്. മിഥുൻ മെക്കാനിക്കൽ ആണ്, നിഖിൽ മെക്കാനിക്കൽ ആണ്, ബാക്കി എല്ലാരും മെക്കാനിക്കൽ തന്നെയല്ലേ ഉള്ളൂ? മെക്കാനിക്കൽ ആണ്. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. പക്ഷെ ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാം എങ്ങനെയാന്നുള്ളത്. സോയിൽ അവൈലബിൾ വാട്ടറിന്റെ നമുക്ക് പ്ലാന്റ്സിന് മെയിൻലി സോയിൽ പ്ലാന്റ് വാട്ടർ റിലേഷൻഷിപ്പ്, ഇറിഗേഷന്റെ ബേസിക്സ് എന്ന് പറയുന്നത് തന്നെ അതാണ്. അപ്പൊ ഇതില് ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് നമ്മൾ കോമൺ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത്. ഇത് സാച്ചുറേറ്റഡ് സോയിൽസിലാണ് ഈ ഗ്രാവിറ്റേഷൻ വാട്ടർ ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ള ടോട്ടൽ അവൈലബിൾ വാട്ടർ, ഈ വാട്ടർ ആണ് നമുക്ക് അവൈലബിൾ ടു പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സോയിൽ മാക്സിമം അലോവബിൾ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞ ആ ക്രൈറ്റീരിയയില് നമ്മൾ എപ്പോഴാണോ സോയിലിന്റെ വാട്ടർ അവിടെ റീച്ച് ചെയ്യുന്നത്, ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന സോയിൽ വാട്ടർ ഡെഫിസിറ്റിന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇറിഗേഷൻ കൊടുക്കാനായിട്ട്. പിന്നെ ഏറ്റവും പ്ലാന്റ്സിന് ഇറിഗേഷൻ, അതായത് തീരെ വെള്ളം ഇല്ലാതെ ഉണങ്ങിപ്പോണം ഡ്രൈനസ് അവസ്ഥയിലുള്ളതാണ് പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പം ഈ പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റിന്റെയും ഫീൽഡ് കപ്പാസിറ്റിയിലും ഇടയിലുള്ള ഈ വാട്ടർ ആണ് ടോട്ടൽ അവൈലബിൾ വാട്ടർ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് വൺ. ആൻഡ് ദ അതർ തിങ് ഈസ് ദാറ്റ് which is the plant unavailable water, that is called hygroscopic water. This will happen and the complete dryness will occur. So ഇത്രയും പോർഷൻസ് വരുന്നതാണ് നമുക്ക് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദ പ്ലാന്റ്സ് വിൽറ്റ് പെർമനന്റ്ലി എറ്റ് ഡാഷ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് MCQലായിട്ട് അവർ ചോദിക്കുന്നത് ഫീൽഡ് കപ്പാസിറ്റി ആണോ, സാച്ചുറേറ്റഡ് സോയിൽ ആണോ, പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് ആണോ, എന്താന്നുള്ളത്. അപ്പൊ പ്ലാന്റ്സ് വിൽറ്റ് പെർമനന്റ്ലി എറ്റ് പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ്. പിന്നെ പ്ലാന്റ്സ് കൺസ്യൂം വാട്ടർ എറ്റ് ഫീൽഡ് കപ്പാസിറ്റി. ഈ 2 ക്വസ്റ്റ്യൻസും ഇതിന് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോയിന്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്പൊ ചോദിക്കണം കേട്ടോ, ഇന്റർപ്രറ്റ് ചെയ്തോളൂ. Which soil property most significantly affects the soil water holding capacity? Soil water holding capacity ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സോയിൽ കളർ ആണോ, സോയിൽ ടെക്സ്ചർ ആണോ, സോയിൽ സ്ട്രക്ചർ ആണോ, സോയിൽ pH ആണോ എന്ന്. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ച ഈ സോയിൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളത് സോയിൽ pH ഒരിക്കലും ആവില്ല. കാരണം സോയിൽ pH എന്ന് പറഞ്ഞാൽ അതിന്റെ അസിഡിറ്റി ആണ് മെൻഷൻ ചെയ്യുന്നത്. അത് അല്ല, ഹോൾഡിംഗ് കപ്പാസിറ്റി വരുന്നത് സോയിൽ ടെക്സ്ചർ വെച്ചിട്ടാണ്. ബിക്കോസ് സോയിൽ ടെക്സ്ചർ എന്താണ്, സോയിൽ സ്ട്രക്ചർ എന്താണ്, സോയിൽ കളർ, സോയിൽ pH. ദിസ് ഓഫ് കോഴ്സ് ദീസ് 2 terms you might have known. ബട്ട് സോയിൽ ടെക്സ്ചറും സോയിൽ സ്ട്രക്ചറും ആണ് എപ്പോഴും തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത്. ഈ സോയിൽ ടെക്സ്ചർ ആൻഡ് സോയിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, സോയിൽ ടെക്സ്ചർ ആണ് സാൻഡ്, സിൽറ്റ്, ക്ലേയുടെ പ്രപ്പോർഷൻ നമുക്ക് പറയുന്നത്. അതാണ് നമ്മള് feels the shape of the soil structure. ആൻഡ് നമ്മുടെ സോയിൽ സാൻഡി ആണോ, ക്ലേ ആണോ എന്നൊക്കെ പറയുന്നതാണ് സോയിൽ ടെക്സ്ചർ. അപ്പം നമ്മുടെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിക്ക് ഏറ്റവും അധികം ഡിറ്റർമിൻ ചെയ്യുന്നത് സോയിലിന്റെ ടെക്സ്ചർ ആണ്. ആൻഡ് സോയിൽ ടെക്സ്ചർ ഇസ് ദാറ്റ് poorly drained
സോയിൽസ് ആണെങ്കിൽ ഹൈ വാട്ടർ റിട്ടൻഷൻ ആണ്, അതാണ് ക്ലേ സോയിൽസ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ വെള്ളം എത്ര നമ്മൾ ഒഴിച്ചാലും അവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. അതാണല്ലോ ചതുപ്പ് നിലം എന്ന് പറയുന്നത്, അതായത് ക്ലേ സോയിൽസ്. ആ ക്ലേ സോയിൽസിന് പോറോസിറ്റി ഭയങ്കര കുറവായിരിക്കും. സോ അത് പൂർലി ഡ്രെയിൻ സോയിൽ ആയിരിക്കും. പിന്നെ ഞാനിവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒരു 40% എക്സ്ട്രാക്ഷൻ, 30%? എനിവൺ നോസ് ദിസ്? ഇതൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ റൂട്ട്സ് ഞാൻ പറഞ്ഞു മാക്സിമം അലോബിൾ ഡെഫിസിറ്റ് വരുമ്പോഴാണല്ലോ നമ്മൾ ഇറിഗേഷൻ കൊടുക്കുന്നത്. പക്ഷെ ആ നമ്മൾക്ക് ഒറ്റയടിക്ക് നമ്മൾ ഇറിഗേഷൻ കൊടുക്കാം. കാരണം എന്താ വെച്ചാല് കുറെ റൂട്ട്സ് അതിന്റെ സർഫസിൽ നിന്ന് തൊട്ടടുത്തായിരിക്കും. അപ്പൊ ഈ 40% എക്സ്ട്രാക്ഷൻ ആണ് ഇവിടെ നടക്കുക. പിന്നെ 30, പിന്നെ 20, പിന്നെ 10. ഇതാണ് 40, 30, 20, 10 റൂൾ എന്ന് പറയുന്നത്. ഇതിന്റെ അബ്സോർപ്ഷന്റെ സിനാരിയോ നടക്കുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡെപ്ത് ഓഫ് ദ റൂട്ട് D/4, 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 D/4 വെച്ചിട്ടാണ് ഓരോ ലെവലും നമ്മൾ ഡിമാർക്ക് ചെയ്യുന്നത്. ഇത് ഒരു ജസ്റ്റ് ചുമ്മാ ചോദിക്കുമായിരിക്കും എന്താണ് ഒരു ഇറിഗേഷന് വേണ്ട 40, 30, 20, 10 റൂൾ എന്ന് പറയുന്നത്. ഇറ്റ് റിലേറ്റ്സ് ടു ദ ഇറിഗേഷൻ. പിന്നെ നമുക്ക് ഉള്ളത് ഓക്കെ, വിച്ച് വാട്ടർ ക്യാൻ പ്ലാന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് വാട്ടർ ക്യാൻ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ? ഇവിടെ അത് വെച്ചിട്ട് കുഴപ്പമില്ലല്ലോ, കാണായില്ലല്ലോ. ഓക്കെ, വിച്ച് വാട്ടർ പ്ലാന്റ്സ് ക്യാൻ എക്സ്ട്രാക്ട് അണ്ടർ ഗ്രാവിറ്റി. ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഫീൽഡ് കപ്പാസിറ്റിയുടെയും പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിന്റെയും ഇടയിലുള്ള ഈ വാട്ടർ ആണ് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദാറ്റ് വാട്ടർ ഇസ് കോൾഡ് കാപ്പിലറി വാട്ടർ. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അവൈലബിൾ അല്ലാത്ത വാട്ടർ, ഗ്രാവിറ്റേഷൻ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള സാച്ചുറേറ്റഡ് കണ്ടീഷൻസ് ഉള്ളത്. അപ്പൊ നമ്മുടെ പ്ലാന്റിന് ഇതിന്റെ ഇടയിലുള്ള വെള്ളം മാത്രമേ വലിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ് വാട്ടർ ഇസ് കോൾഡ് capillary water. Okay, then watersheds. അപ്പോൾ ആ ഒരു സോയിൽ വാട്ടർ പ്ലാന്റ് റിലേഷൻഷിപ്പിന് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് അത്രയേ ഉള്ളൂ. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്താണ്, കാപ്പിലറി വാട്ടർ എന്താണ്, പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് വാട്ടർ എന്താണ്, എല്ലാം ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോർഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എത്താൻ പോണത് ഒരു വാട്ടർ ഷെഡ് എന്താണ്, ഹൈഡ്രോളജിക് വാട്ടർ സൈക്കിൾ എന്താന്നുള്ളതാണ്. ഒരു വാട്ടർ ഷെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പൊ മുമ്പ് കേട്ടിട്ടുണ്ടോ? എന്താണ് ഒരു വാട്ടർ ഷെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഏരിയ കോൺട്രിബ്യൂട്ടിംഗ് all the water to a common outlet. That is called watershed. It's an area draining water from all over the area to a common outlet. ഇത് റെയിൻഫോളിലായിരിക്കും. റെയിൻഫോൾ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ റിഡ്ജസ് ആയിട്ട് ഫോം ചെയ്ത് സ്ട്രീംസ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് കുറച്ച് വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകും. ഫസ്റ്റ് പ്രോസസ്സ് നടക്കുന്നത് ഇൻഫിൽട്രേഷൻ ആണ്. ദെൻ കുറച്ച് വാട്ടർ അണ്ടർഗ്രൗണ്ട് റിവേഴ്സിനും ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് നടക്കും. ഇതാണ് ഒരു വാട്ടർ ഷെഡിന് നടക്കുന്നത്. ഇനി ഹൈഡ്രോളജിക് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് ദിസ് എ ബേസിക്, നമ്മൾ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാലും ഇവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൽ പക്ഷെ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ പ്രസിപ്പിറ്റേഷൻ വന്നു. പ്രസിപ്പിറ്റേഷൻ വന്നിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാവുന്ന പ്രോസസ് വിച്ച് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് ആഫ്റ്റർ ഒക്കറിംഗ് ആഫ്റ്റർ പ്രസിപ്പിറ്റേഷൻ ഇസ് ഇൻഫിൽട്രേഷൻ. ഇൻഫിൽട്രേഷനും പെർക്കുലേഷനും ഈ 2 ടേംസ് എങ്ങനെയാണെന്ന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ first initiation after precipitation ആണ്. And percolation will occur deeper into the soil and percolation will forms the groundwater. Okay, and ഈ precipitation ഒറ്റയടിക്ക് നമുക്ക് മഴ കഴിഞ്ഞ് ഉണ്ടാവുന്നതാണ് റൺ ഓഫ്. ഈ റൺ ഓഫ് സർഫസ് വാട്ടർ ആയിട്ട് ഫോം ചെയ്യും. റിവേഴ്സിലും എല്ലാത്തിലായിട്ട് സർഫസ് വാട്ടർ എന്ന് പറയും. ഈ സർഫസ് വാട്ടറിനെയാണ് ഓവർലാൻഡ് ഫ്ലോ. ഓവർലാൻഡ് ഫ്ലോ മീൻസ് ഓവർ ദ ലാൻഡ് ദ വാട്ടർ ഇസ് ഫ്ലോയിങ്. സോ ഈ സർഫസ് വാട്ടർ ഗ്രൗണ്ട് വാട്ടർ ഇന്ററാക്ഷൻസിനാണ് നമ്മൾ പെർക്കുലേഷൻസും ഉണ്ടാവുന്നത്. ഈ സോണിനെയാണ് അൺസാച്ചുറേറ്റഡ് സോൺ എന്ന് പറയുന്നത്. ആൻഡ് സാച്ചുറേറ്റഡ് സോൺ ഇസ് വേർ ദ ഗ്രൗണ്ട് വാട്ടർ ഇസ് ദർ. ഓക്കെ, ഹോപ്പ്ഫുള്ളി ഇതെല്ലാം ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഓഡിയൻസ് എല്ലാരും ഓൺ ആക്കി വെച്ചിട്ട് പോയോ? ഹലോ, ഓക്കെ. ആൻഡ് വാട്ടർ ഷെഡ്സ് ആൻഡ് ഹൈഡ്രോളജി. ഇനി അടുത്തത് വാട്ടർ ഷെഡിന്റെ ഇങ്ങനത്തെ ഒരു ഫിഗർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താണ് ഫസ്റ്റ് ഓർഡർ സ്ട്രീം, സെക്കൻഡ് ഓർഡർ സ്ട്രീം എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ വാട്ടർ ഷെഡ് എന്താണെന്ന് കണ്ടല്ലോ. ആ വാട്ടർ ഷെഡിന്റെ മഴ പെയ്താൽ ഫസ്റ്റ് ഇനീഷ്യേഷൻ ഉണ്ടാവണ ഈ പോയിന്റ്സ് ആണ് ഫസ്റ്റ് ഓർഡർ സ്ട്രീം. ഫസ്റ്റ് ഓർഡർ സ്ട്രീം കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ് ഫുള്ളി ഉണ്ടായിട്ടാണ് സെക്കൻഡ് ഓർഡർ സ്ട്രീം ഉണ്ടാവുന്നത്. ആൻഡ് സെക്കൻഡ് ഓർഡർ സ്ട്രീംസ് ബൈ
ടുഗദർ കോൾഡ് തേർഡ് ഓർഡർ സ്ട്രീംസ്. ഇവിടെ ഒരു പോർ പോയിന്റ് ഉണ്ടാവും, ലാസ്റ്റ് പോയിന്റ്. ഇതിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലോഗേഷൻ റേഷ്യോ, പിന്നെ പെരിമീറ്റർ എന്താണ്, അങ്ങനത്തെ ബൈഫർക്കേഷൻ റേഷ്യോ ഒക്കെ പറഞ്ഞിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോർഷൻ ഈസ് വാട്ട് ആർ ദ സോയിൽ ഇറോഷൻ. നമ്മളിപ്പോൾ സോയിൽ കഴിഞ്ഞു, വാട്ടർ ഷെഡ് കഴിഞ്ഞു, എന്നിട്ട് സോയിൽ ഇറോഷനിൽ എത്തി. മഴ പെയ്താൽ നമ്മൾ പറഞ്ഞു ഓവർലാൻഡ് ഫ്ലോ വഴി സർഫസ് റൺ ഓഫ് ഉണ്ടാവും. ആ സർഫസ് റൺ ഓഫ് ഉണ്ടാവുന്നതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇറോഷൻസ് ആണ്. ഒന്ന് ഷീറ്റ് ആയിട്ട് ഇറോഡ് ചെയ്ത് പോകും, അങ്ങനെ തന്നെ ഇറോഡ് ചെയ്ത് പോണത്. റിൽ ഇറോഷൻ മീൻസ് ഫോമിങ് സ്മോൾ ടൈപ്സ് ഓഫ് റിൽസ് ഓവർ ഹിയർ ആൻഡ് ഇറ്റ്സ് കോൾഡ് റിൽ ഇറോഷൻ. ആൻഡ് ദ ഗള്ളി ഇറോഷൻ ഈസ് ഫോമിങ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗള്ളീസ്. ഗള്ളി പോലെ, ഗള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹൈ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർഷൻ തന്നെ ഇടിഞ്ഞു വീണതൊക്കെ, അതാണ് ഗള്ളി ഇറോഷൻ എന്ന് പറയുന്നത്. ഗള്ളി ആയിട്ട് ഇങ്ങനെ വരും ചെയ്യും. ആൻഡ് വിൻഡ് ഇറോഷൻ നമ്മുടെ നാട്ടിൽ അത്ര ഇതല്ല, കോമൺ അല്ല. വിൻഡ് ആയിട്ട് ഇറോഡ് ചെയ്ത് പോണതാണ്. ഇത് കണ്ടോ, ഇത് ഇത്രയും പോർഷൻ ഉണ്ടായിരുന്നു, പക്ഷെ വിൻസ് അത് വന്ന് ഇതെല്ലാം പോണത്. ദെൻ ഒരു മാസ് ഇറോഷൻ, നമ്മുടെ ഇതില് ഹൈവേസിലൊക്കെ പ്രൊജക്ട്സിൽ കുറെ ചെയ്തപ്പോൾ കുറെ ഇടിഞ്ഞിടിഞ്ഞ് പോയി എന്നൊക്കെ പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് മാസ് ഇറോഷൻ. ആൻഡ് ദ ടണൽ ഇറോഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് ടണൽസ്. അത് മെയിൻലി സോയിൽ പൈപ്പിംഗ് മൂലം ഉണ്ടാവുന്ന ഒരു ഫീച്ചറാണ് ഈ ടണൽ ഇറോഷനും എല്ലാം ഉള്ളത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോയിൽ ഇറോഷൻസ് കോമൺലി ഒക്കറിങ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് the soil loss നമ്മൾ കണ്ടു. And how to estimate the soil loss? Soil loss എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one is soil loss equation. What is soil loss equation? RKLSEP. Very simple equation. Average annual soil loss in tons per hectare. If we are looking, rainfall factor is an erosivity index. K is a soil erodibility factor. L is the length of the slope factor. S steepness, crop management and conservation practice. ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാന്നറിയോ? ഡയറക്ട്ലി what is an empirical out of the different following options, which is an empirical, select an empirical method for soil loss estimation എന്ന് ചോദിച്ചിട്ട് താഴെ പല ഇക്വേഷൻസ് അല്ലെങ്കിൽ പല ഇക്വേഷന്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയണം അത് യൂണിവേഴ്സൽ സോയിൽ ലോസ് ഇക്വേഷൻ ആണെന്നുള്ളത് അറിയണം. ദാറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതർ ടൈപ്പിൽ ഔട്ട് ഓഫ് ദിസ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് ഔട്ട് ഓഫ് ദിസ് യൂണിവേഴ്സൽ സോയിൽ ലോസ് ഇക്വേഷൻ, which is the factor corresponding to the estimation, soil loss estimation. എന്ന് തന്നിട്ട് A, soil erodibility, soil factor, L, length factor, S, slope factor, D, all of this, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തരുമായിരിക്കും. അപ്പൊ നമുക്ക് അറിയണം ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം എഫക്ട് ചെയ്യുന്നത്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് റെയിൻഫോൾ ഇല്ലെങ്കിൽ സോയിൽ ലോസ് ഉണ്ടാവില്ല. അപ്പൊ റെയിൻഫോൾ ഉണ്ടാവും, സോയിലിന്റെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോയിൽ ലോസ്, സോയിൽ ഇറോഡബിലിറ്റി. ആൻഡ് ലെങ്ത് ഓഫ് ദ സ്ലോപ്പ് ഫാക്ടർ ഈസ് എൽ. സ്ലോപ്പിനെ എഫക്ട് ചെയ്യൂല എന്തായാലും. ഈ സ്ലോപ്പ് ഫാക്ടറിൽ തന്നെ രണ്ട് ഫാക്ടർ വരുന്നുണ്ട്, ലെങ്ത്തും സ്റ്റീപ്നെസ്സും. അത് രണ്ടിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ക്രോപ്പ് മാനേജ്മെന്റ് ഫാക്ടർ ആൻഡ് കൺസർവേഷൻ പ്രാക്ടീസ് ഫാക്ടർ. ഈ CP ആണ് നമുക്ക് അധികം ഊഹിക്കാതെ ചിലപ്പോൾ നമ്മുടെ ഇതിൽ വരില്ല, നമ്മുടെ ഐഡിയയിൽ വരില്ല, സോയിൽ ലോസ് വരില്ല. പക്ഷെ അതും ഉണ്ട്. ക്രോപ്പിനെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ സോയിൽ ലോസിനെ കുറയ്ക്കാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെയാണ് നമ്മൾ കൺസർവേഷൻ പ്രാക്ടീസസ്. അത് നെക്സ്റ്റിൽ അതാ പറയാൻ പോണത്. അപ്പോ സോയിൽ ലോസ് എസ്റ്റിമേഷൻ ഇക്വേഷൻ. ഇനി പക്ഷെ വേറൊരു കുറച്ചും കൂടി ഹയർ ആയിട്ട് നമ്മൾക്ക് ചോദിക്കണമെങ്കിൽ എന്താണ് ഈ റെയിൻഫോൾ ഇറോസിവിറ്റി ഫാക്ടർ, അതായത് റെയിൻഫോളിന് കഴിവ് എന്താണ് ഇറോസിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കേപ്പബിലിറ്റി ഓഫ് ദ റെയിൻഫോൾ ടു മേക്ക് എൻ ഇറോഷൻ, ദാറ്റ് ഇസ് കോൾഡ് ഇറോസിവിറ്റി. ഈ ഇറോസിവിറ്റിന്റെ മാറ്റിയിട്ട് റൺ ഓഫ് ഫാക്ടർ ആണ് കൊണ്ടുവന്ന് വെക്കുകയെന്ന് വെച്ചാൽ അതിനെ മോഡിഫൈഡ് യൂണിവേഴ്സൽ സോയിൽ ലോസ് ഇക്വേഷൻ. PSCയിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ മിക്കവാറും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യൂണിവേഴ്സൽ സോയിൽ ലോസ് ഇക്വേഷനും മോഡിഫൈഡ് യൂണിവേഴ്സൽ സോയിൽ ലോസ് ഇക്വേഷനും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. അത് ഇത്രയേ ഉള്ളൂ. ആ റെയിൻഫോളിനെ മാറ്റിയിട്ട് ഇവിടെ റൺ ഓഫ് ആയി. ഇക്വേഷൻ മാറും, പക്ഷെ ഇക്വേഷൻ ജസ്റ്റ് നിങ്ങൾ ഓർത്താൽ മതി. കാണപ്പെടെ പഠിക്കൊന്നും വേണ്ട. 11.8 into VQP 0.5 raised to K RKLSEP. അതായത് ഈ R എന്നുള്ള ഫാക്ടർ ആണല്ലോ മാറുന്നത്. റെയിൻഫോൾ മാറ്റി റൺ ഓഫ് ആണ്. ആ റൺ ഓഫിന്റെ ഒരു കമ്പോണന്റ് ആണ് ഇങ്ങനെ വരുന്നത്.
ഓക്കെ, ക്ലിയർ അല്ലേ ഇപ്പൊ ഇത്? പീക്ക് റൺ ഓഫ് റേറ്റിന് റേസ് ടു 0.56 ആണെന്ന് മാത്രം. അതൊന്ന് നിങ്ങൾ ഈ ഒരു ഫാക്ടർ ആയിരിക്കും ചിലപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. ഇനി സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചു? ഇറ്റ്സ് എ നാച്ചുറലി ഒക്കറിംഗ് പ്രോസസ് ദാറ്റ് എഫക്ട് ഓൾ ലാൻഡ് ഫോംസ്. ഇറോഷൻ ഇൻവോൾവ്സ് ഇൻ 3 ഡിസ്റ്റിങ്ക്ട് ആക്ഷൻസ്. ഇതാണ് നെക്സ്റ്റ് ഒരു MCQ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എന്താണ് ഇറോഷൻ ഇൻവോൾവ്സ്? വാട്ട് ആർ ദ 3 ഡിസ്റ്റിങ്ക്ട് ആക്ഷൻസ് വിച്ച് ഇറോഷൻ ക്യാൻ ഒക്കേഴ്സ്? സോയിൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും. സോയിൽ ഫസ്റ്റ് ഡിറ്റാച്ച് ചെയ്യണം, അതിനെ മൂവ്മെന്റ് ചെയ്യണം, എന്നിട്ട് വേണം അത് അടുത്ത സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഇതാണ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് 3 distinct actions. Okay, just ഇതൊന്ന് ഓർത്തോളൂ, 3 distinct actions വേണമെന്നുള്ളത്. പിന്നെ a variety of techniques can be also used to reduce erosion and protect topsoils. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് നമ്മൾ സോയിലിന്റെ ഇവിടെ പറഞ്ഞു, സോയിൽ സ്ട്രക്ചർ ആണ് ഇവിടെ ഡിക്ലൈൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് സോയിലിന്റെ ടെക്സ്ചർ ആണ് നമ്മൾക്ക് സോയിലിന്റെ ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്ഫുൾ ആയിരുന്ന ഫാക്ടർ. പക്ഷെ സോയിൽ ഇറോഷന്റെ സമയത്ത് സോയിൽ സ്ട്രക്ചർ ആണ് അവിടെ എഫക്ട് ചെയ്യണം. സോയിൽ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണികോംബ് സ്ട്രക്ചർ, അങ്ങനെ പല ടൈപ്പ് സോയിലിന് പല ടൈപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ആ അറേഞ്ച്മെന്റിനെയാണ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്, അറേഞ്ച്മെന്റ്സ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ്. നിങ്ങൾ മെഷീൻസിലൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ അതല്ലേ കൂടുതലും, നിങ്ങൾ മെഷീൻസ് അല്ലേ കൂടുതൽ പഠിക്കണം. അപ്പൊ മെഷീൻസിൽ എങ്ങനെയാണ് ഓരോ സ്ഥലത്തില് വെക്കുന്നത് എന്നനുസരിച്ചിട്ടായിരിക്കുമല്ലോ, ഓരോ മെഷീൻസ് എവിടെയൊക്കെ വെക്കുന്നല്ലോ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. അതേപോലെ നമ്മൾക്ക് ബേസിക് ആയിട്ട് സോയിലും ഇതാക്കുമ്പോൾ സോയിൽ ടെക്സ്ചറും സ്ട്രക്ചറും ഇത് മനസ്സിൽ ഓർത്ത് വെക്കണം കേട്ടോ. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ക്ലിയർ അല്ലേ? നിഖിൽ എല്ലാരും ഇട്ടിട്ട് പോയോ? നിഖിൽ, മിഥുൻ, ഓക്കെ. ഞാൻ ഇടയ്ക്ക് വിളിച്ച് ആരെങ്കിലുമൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടാ, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായ ഒരു ബോറിംഗ് ആവും ക്ലാസ്. അങ്ങനെ നമുക്കപ്പോ ടോപ്പ് സോയിൽ ആണ് ഇതിൽ ഇറോഡ് ചെയ്യുന്നത്. ടോപ്പ് സോയിൽ ഇറോഡ് ചെയ്തിട്ട് നമുക്ക് ഇടാം. അപ്പൊ ഇതിന് എന്തൊക്കെയാണ് ഇറോഷന്റെ പ്രിവെൻഷൻ സ്ട്രക്ചേഴ്സ്? വൺ ഇസ് ബയോളജിക്കൽ മെഷേഴ്സ്, വൺ ഇസ് എഞ്ചിനീയറിംഗ് മെഷേഴ്സ് ആൻഡ് വൺ ഇസ് ബയോ എഞ്ചിനീയറിംഗ് മെഷേഴ്സ്. ദാറ്റ് മീൻസ് ഫിഗറിൽ തന്നെ ക്ലിയർ ആണ്. ബയോളജിക്കൽ മെഷേഴ്സ് മീൻസ് ചുമ്മാ പ്ലാന്റ്സിനെ നമ്മൾ ഗ്രോ ചെയ്യുക. ആ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്താൽ തന്നെ കുറച്ച് ഇറോഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി എഞ്ചിനീയറിംഗ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സോയിലിനെ കണ്ടു കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ലെയർ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ലെയർ ആക്കി കൊടുക്കുന്നതിനെയാണ് എഞ്ചിനീയറിംഗ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ബയോ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ സോയിൽ ഇറോഷൻ നമ്മൾ ചെയ്യാം. ഓക്കെ, ഇറോഷൻ കൺട്രോളിന് നമ്മളിപ്പോ തന്നെ പറഞ്ഞു. ഇതിന് പക്ഷെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളത് എന്താണ്, വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ എഫക്റ്റിംഗ് ദ ഇറോഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. ഈ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും PSCക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ക്വസ്റ്റ്യൻ മിക്കവാറും അവർ ചോദിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലെവലിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് എല്ലാ സാധനങ്ങളുടെയും പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കാണുമ്പോൾ അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതില് ഇറോഷൻ കൺട്രോൾ മെഷേഴ്സിൽ മെയിൻലി reducing the runoff amount to ഇവിടെ നമുക്ക് ഇതാക്കാനുള്ളത് ഒന്ന് റെഡ്യൂസിങ് ദ റൺ ഓഫ് എമൗണ്ടും റെഡ്യൂസിങ് ദ റൺ ഓഫ് വെലോസിറ്റി. നമുക്ക് റൺ ഓഫിനെയാണ് കുറയ്ക്കേണ്ടത്, അതിന്റെ വെലോസിറ്റിനെയും കുറയ്ക്കുക, അതിന്റെ എമൗണ്ടും കുറയ്ക്കുക. ഇതാണ് 2 പ്രിൻസിപ്പിൾസ്. ഈ എമൗണ്ടിനെ കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ്? ഒന്ന് ഡൈവേർഷൻ ചാനൽസ് കൊടുക്കുക, ഡിച്ചസ് കൊടുക്കുക. ഡിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതായത് റൺ ഓഫിനെ ഇങ്ങനെ ഒഴുകി വന്ന സ്ഥലത്തൊക്കെ കുഴിച്ചിടുക, ഓരോ കുഴി കുത്തിയിടുക. അപ്പൊ എന്താവും? അതിന് ഇന്റർസെപ്ഷൻ ഡിച്ചസ് എന്ന് പറയും. ഇത് ഇൻഫിൽട്രേഷൻ, നമ്മൾ ഭൂമിയിലേക്ക് വെള്ളം താഴ്ത്താനായിട്ടുള്ള സംഭവങ്ങൾ കുറച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൺ ഓഫ് കുറയ്ക്കാൻ പറ്റും. ഇതിനുള്ള മെത്തേഡ്സ് ആണ് ഒന്ന് ടെറസ്. പറഞ്ഞോളൂ. റൺ ഓഫും റെയിൻഫോൾ എന്ന് പറഞ്ഞാല് മഴ പെയ്ത് വരുന്ന ആ ഒരു വന്നിട്ട് ആ ഭൂമിന്റെ അടിയിൽ പോയിട്ടുണ്ടാവുന്നതാണ് സോയിൽ ഇറോഷൻ. റൺ ഓഫ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എന്താ? അതായത് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു, ഹൈഡ്രോളജിക് സൈക്കിളില് നമുക്ക് റെയിൻഫോള് ഉണ്ടായി കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പ്രോസസ്സാണ് ഇൻഫിൽട്രേഷൻ. ആ ഇൻഫിൽട്രേഷന്റെ സമയത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്യാത്ത വെള്ളങ്ങൾ അപ്പൊ തന്നെ ഒഴുകി പോവാ. മഴ പെയ്താൽ നമ്മൾ റോഡൊക്കെ അപ്പൊ തന്നെ, റോഡിലൊക്കെ വെള്ളം വരില്ലേ? ആ റോഡിൽ വെള്ളം വരുന്നതിനെയാണ് നമ്മൾ റൺ ഓഫ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വെറുതെ വെള്ളം ഒഴുകി പോവാ. കെട്ടി നിൽക്കണതല്ല, റൺ ഓഫ് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് വെള്ളം ഒഴുകി പോണേനെയാണ് റൺ ഓഫ് എന്ന് പറയാം.
അത് നമ്മൾ ഡയറക്റ്റ് റൺ ഓഫ് എന്നും പറയും. അതായത് ഭൂമിയിലേക്ക് ഞാൻ ഇത് ഒന്നും കൂടി ഞാൻ കാണിച്ചതേ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോളജിക് സൈക്കിൾ വെച്ചിട്ടാണ് അത് നമ്മൾ പറയാം. ഈ ഫിഗർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ വെള്ളം മഴ പെയ്തു, ഓക്കെ, മഴ പെയ്തിട്ട് വെള്ളം അപ്പം തന്നെ ഒഴുകി പോണു, അതിനെയാണ് റൺ ഓഫ് എന്ന് പറയാം. ഓക്കെ, ഈ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങണു. നിങ്ങൾ വീട്ടിൽ മഴ പെയ്തത് സങ്കല്പിച്ചോ. വീട്ടിൽ മഴ പെയ്തു, വീട്ടിലേക്ക് ഇത്തിരി ടൈലിട്ട ഭാഗം മണ്ണുള്ള ഭാഗത്ത് നിങ്ങൾ വെള്ളം ഭൂമിയിലേക്ക് താഴത്തേക്ക് ഇറക്കി, അതിനെയാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയാം. ടൈലിട്ട ഭാഗമാണെങ്കിലോ അപ്പൊ തന്നെ റൺ ഓഫ് ചെയ്ത് പോവും, ഒഴുകിപ്പോവും. ഒഴുകിപ്പോകുന്ന വെള്ളത്തിനെ റൺ ഓഫ് എന്നും പറയും. താഴത്തേക്ക് ഭൂമിയിലേക്ക് അരിച്ചിറങ്ങുന്ന വെള്ളത്തിനെ ഇൻഫിൽട്രേഷൻ എന്നും പറയും. കുറച്ചും കൂടി താഴത്തോട്ട് ഡീപ്പർ ഇൻഫിൽട്രേഷനെയാണ് പെർക്കുലേഷൻ എന്ന് പറയാം. ഈ പെർക്കുലേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവുക. അതായത് ഭൂമിയിലേക്ക് നമ്മൾ കിണറിൽ വെള്ളം കൂടുന്നുണ്ടല്ലോ, അതാണല്ലോ ഗ്രൗണ്ട് വാട്ടർ എന്ന് നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ, സാധാരണക്കാരുടെ ഭാഷയിൽ പറയുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ. ആ ഗ്രൗണ്ട് വാട്ടർ പോണ പ്രോസസ്സിനെയാണ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. സാച്ചുറേറ്റഡ് സോൺ എന്ന് പറയും. ക്ലിയർ ആയോ? വെള്ളം ഭൂമിയിലെ ഭൂമിയിലേക്ക് ഒഴുകണതല്ല. പറഞ്ഞോളൂ. അപ്പൊ ഇത് മറ്റെന്താ പറയാ, റെയിൻഫാള് നടക്കുന്ന സമയത്ത് സോയിൽ ഇറോഷൻ സംഭവിക്കുന്നു. അപ്പൊ ഇതിന് രണ്ടിനും കാരണമാണോ സോയിൽ റെയിൻഫാളും റൺ ഓഫും? ദാറ്റ് ഇസ് എ റീസൺ ഓഫ് സോയിൽ ഇറോഷൻ. ദാറ്റ്സ് റൈറ്റ്. ദാറ്റ്സ് കറക്റ്റ് 100%. അതായത് നമ്മള് റൺ ഓഫ് ഉണ്ടാകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചെരിവുള്ള ഭാഗത്തേക്ക് കൂടെ നമ്മള് വെള്ളം ഒലിച്ചു പോകുമ്പോ മണ്ണും കൂടി ഒലിച്ചു പോകും. ദാറ്റ് ഈസ് കോൾഡ് സോയിൽ ഇറോഷൻ. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾക്ക് സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, റൺ ഓഫ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പറയുന്നത്. റൺ ഓഫ് കുറയ്ക്കണമെങ്കിൽ ഒന്ന് ഇൻഫിൽട്രേഷൻ കൂട്ടുക, ഭൂമിയിലേക്ക് വെള്ളം ഇറക്കുക കുറച്ച്. ആ ഭൂമിയിലോട്ട് വെള്ളത്തിന് ഇറക്കണേന്റെ എഞ്ചിനീയറിംഗ് ടേംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ടേംസ് പറയുന്നത്. ടെറസസ്, കോണ്ടൂർ ബൺസ്, ഒന്ന് ടെറസ് എന്ന് പറയും, പിന്നെ ഒന്ന് കോണ്ടൂർ ബണ്ട് എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടില്ലേ കോണ്ടൂർ ബണ്ട്? ഈ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഇടുക്കി മൂന്നാറൊക്കെ പോകുമ്പോൾ ഈ ബണ്ടായിട്ട് ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ലോപ്പി ലാൻഡിൽ കണ്ടോ? അതെയാണ് കോണ്ടൂർ ബണ്ട്. ടെറസസ് എന്ന് പറയുമ്പോൾ ഈ തട്ട് നിലയായിട്ട് തട്ടായിട്ട് തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് കണ്ടിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ റൺ ഓഫിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്, ഇത്രയും മെത്തേഡ്. ഇനി അടുത്ത ഒരു ടെക്നിക്കാണ് റൺ ഓഫ് വെലോസിറ്റിനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. അപ്പൊ റൺ ഓഫ് വെലോസിറ്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ഡാം ഒക്കെ നമ്മൾക്ക് കൊടുക്കേണ്ടി വരും. അതാണ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട്, കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സിനെ, സിവിൽ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ചെക്ക് ഡാംസ്, ഡ്രോപ്പ് സ്ട്രക്ചേഴ്സ് എന്നെല്ലാം പറയുന്നത്. ഇതിലെന്താ ചെയ്യാ, വാട്ടർ വെലോസിറ്റിനെ അവര് കുറച്ചിട്ട് സോയിലിന്റെ ഇറോഷന് കുറയ്ക്കും. ഓക്കെ, അടുത്ത ഒരു മെത്തേഡാണ് ബാരിയർ പ്രൊവൈഡ് ചെയ്യുക. ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെയോ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിയോ ടെക്സ്റ്റൈൽസ്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ ജിയോ ടെക്സ്റ്റൈൽസും ഗാബയോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറക്കല്ലോണ്ട് ഇങ്ങനെ പൊത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചേഴ്സ്, അതൊക്കെയാണ് നമ്മൾ ബാരിയർ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റിക്ക് കുറയ്ക്കാൻ പറ്റും. ക്ലിയർ ചെയ്യാം? ഇത്രയും നമ്മൾക്ക് നമ്മുടെ ഇറോഷൻ കൺട്രോൾ മെഷേഴ്സ് ആണ് ശരിക്കും. ആ പ്രിൻസിപ്പിൾസ്, രണ്ട് പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്, റെഡ്യൂസിങ് റൺ ഓഫ് എമൗണ്ട് ആൻഡ് റെഡ്യൂസിങ് റൺ ഓഫ് വെലോസിറ്റി. സോ ക്വസ്റ്റ്യൻ വരാൻ പോണത് ഇങ്ങനെയായിരിക്കും. മേ ബി ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യണമല്ലോ, A ലെവൽ അല്ലേ നിങ്ങൾ. അങ്ങനെ വരുമ്പോ കോണ്ടൂർ ബൺസ് ആർ മെൻ ഫോർ ഡാഷ് is an erosion control structures, but whether it is reducing the run off amount or run off velocity, അത് ഏതാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പറയേണ്ടി വരും. ഓക്കെ.
ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഹൈഡ്രോളജിക് സൈക്കിളിന്റെ ഓരോ ഫീച്ചേഴ്സും നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ ബേസിക് ആയിട്ടുള്ളത് എന്താണ്? റെയിൻഫോൾ ആണ്. റെയിൻഫോൾ മെഷർമെന്റ്, ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് റെയിൻഫോൾ മെഷർ ചെയ്യാന്ന് പറഞ്ഞത്? റെയിൻ ഗേജസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് വഴിയാണ് റെയിൻ ഗേജസ് മെഷർ ചെയ്യുക. റെയിൻ ഗേജസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നോൺ റെക്കോർഡിംഗ് ടൈപ്പും റെക്കോർഡിംഗ് ടൈപ്പും. ആരെങ്കിലും റെയിൻ ഗേജ് കണ്ടിട്ടുണ്ടോ? റെയിൻ ഗേജ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഷഹനാസ്, നിഖിൽ, മിഥുൻ, പിന്നെ ആരൊക്കെയല്ലേ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ റെയിൻ ഗേജസ്? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്താ സംഭവം മനസ്സിലായില്ല അതെന്താന്നുള്ളത്. ആദിത്യരാജ്, ഡെൽവിൻ, ബിന്നി, മിഥു, ഇവരൊന്നും ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. കണ്ടിട്ടുണ്ടോ? ഓ, കണ്ടിട്ടില്ല. ശരി, ഓക്കെ. നിങ്ങൾ ഈ കുറെ ഇൻസ്റ്റയിൽ കുറെ റീൽസും സാധനങ്ങളൊക്കെ കാണുന്ന നേരം കൊണ്ട് ഒരു റെയിൻ ഗേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഇതാ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഒരു ഫണലിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ഫണലിൽ കൂടെ വെള്ളം കളക്ട് ചെയ്തിട്ട് ഇതായിരിക്കും. ഇതുമാതിരി ഔട്ടറിൽ ചിലപ്പോൾ ഒരു ടാങ്ക് ആയിരിക്കും പ്രൊവൈഡ് കാണുന്നത്. അതിന്റെ ഉള്ളിൽ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എന്റെ വിൻഡോ അല്ലേ കാണിക്കുന്നത്? കാണുന്നില്ലേ അത്? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഗൂഗിളിൽ എടുത്ത് നോക്കിയാൽ മതി റെയിൻ ഗേജ് എന്താണ്. അതൊരു ഫണൽ ടൈപ്പ് സ്ട്രക്ചർ ആണ്. ആ ഫണൽ എടുത്തിട്ട് ആ ഫണലിൽ വെള്ളം കളക്ട് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കുന്നതാണ് റെയിൻ ഗേജ്. ഓക്കെ ഓക്കെ. അപ്പോ അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റെക്കോർഡിംഗ് ടൈപ്പും ഒന്ന് നോൺ റെക്കോർഡിംഗ് ടൈപ്പും. നോൺ റെക്കോർഡിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണൽ ടൈപ്പ് ആയിട്ടുള്ള സൈമൺസ് റെയിൻ ഗേജ് എന്നാണ് അതിന് പറയുന്ന പേര്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ റെക്കോർഡിംഗ് ടൈപ്പിലാണ് ടിപ്പിംഗ് ബക്കറ്റ്. പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടിപ്പിംഗ് ബക്കറ്റ് എന്ന് പറയും. അതായത് ഒരു ബക്കറ്റ് ഉണ്ടാവും, ആ ബക്കറ്റ് നിറയുമ്പോൾ അത് ടിപ്പ് ചെയ്യും. അതായത് അത് ഓട്ടോമാറ്റിക്കലി പോറാവും, പുറത്തേക്ക് പോകും. അപ്പൊ ആ ബക്കറ്റ് എത്ര പ്രാവശ്യം ടിപ്പ് ചെയ്യണോ അതിനനുസരിച്ചിട്ട് നമ്മൾ റെയിൻഫോൾ കിട്ടും. പിന്നെ വെയിങ് ടൈപ്പ്, അത് നമ്മൾ ഒരു ഓപ്പൺ ഏരിയയിൽ റെയിൻഫോൾ കളക്ട് ചെയ്തിട്ട് അതിന്റെ വെയിറ്റ് മെഷർ ചെയ്യുന്ന സാധനമാണ് റെക്കോർഡിംഗ് ടൈപ്പ്. പിന്നെ ഫ്ലോട്ടിംഗ് ടൈപ്പ്. ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൻസിലോ അല്ലെ ഗ്രാഫോ ഒക്കെ വരച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ 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 ഗ്രാഫ് ചെയ്ത് പോണതാണ് ഫ്ലോട്ടിംഗ് ടൈപ്പ്. പക്ഷെ ക്വസ്റ്റ്യൻ വരാൻ പോണത് ഇങ്ങനെയായിരിക്കും: ടിപ്പിംഗ് ബക്കറ്റ് ഈസ് എ റെക്കോർഡിംഗ് ഓർ നോൺ റെക്കോർഡിംഗ് ടൈപ്പ് ഓഫ് റെയിൻ ഗേജ് ഏതാണ്? അതല്ലെങ്കിൽ ഔട്ട് ഓഫ് ദിസ് 4 ഓപ്ഷൻസ് സെലക്ട് ദ നോൺ റെക്കോർഡിംഗ് ടൈപ്പ് ഓഫ് റെയിൻ ഗേജ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോണത്. സോ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് പോർഷൻ. ഞാൻ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ സെലക്ട് ചെയ്തെന്ന് പറയുന്നുള്ളൂ കേട്ടോ. മിസ്, പറഞ്ഞോളൂ. റെയിൻ ഗേജ് എന്ന് പറയുമ്പോഴേ എന്താണ് മെഷർ ചെയ്യുന്നത് അവിടെ? എന്താ റെയിന് മഴ വീഴുന്നു, ഫണലിനുള്ളിലേക്ക് നമ്മൾ വാട്ടർ ശേഖരിക്കും. എന്താണ് അവിടെ മെഷർ ചെയ്യുന്നത്? ഫണലിന്റെ ഉള്ളിലേക്ക് നമ്മള് റെയിൻ ആണ് വരുന്നത്. അതായത് ഇത് നമ്മള് ഫീൽഡിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം തുറന്നു വെക്കുകയാണ്. അപ്പോ മോളിൽ നിന്ന് വരുന്ന മഴ ഈ ഫണലിന്റെ ഉള്ളിലേക്ക് കളക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്ര mm മഴ, ഇത്ര mm മഴ, 240 സെന്റിമീറ്റർ മഴ, 24 mm മഴ തിരുവനന്തപുരത്ത് ലഭിച്ചു, അവിടെ ഇടുക്കിയിൽ ഇത്ര ലഭിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ന്യൂസിൽ കേട്ടിട്ടില്ലേ? ഇപ്പൊ മനസ്സിലായി എന്താ സംഭവം, ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ ഓക്കെ. അതാണ് ഈ റെയിൻ ഗേജ് എന്ന് പറയണത്. ഇനി റെയിൻ ഗേജിന് ഡെൻസിറ്റി, അതിന്റെ മഴന്റെ സാന്ദ്രതയാണ് അളക്കുന്നത്. അല്ലല്ല, ഡെൻസിറ്റി അല്ല, മഴയുടെ തോതാണ് അളക്കുന്നത്. മഴയ്ക്ക് എവിടുന്ന ഡെൻസിറ്റി ഉണ്ടാവുന്നത്? വെള്ളമല്ലേ സാധനം. വെള്ളത്തിന് ഡെൻസിറ്റി ഉണ്ടാവും, ഓക്കെ. പക്ഷെ നമ്മളത് അളക്കുന്നത്, അതായത് എത്ര ഡെപ്ത് ഓഫ് റെയിൻഫോൾ ആണ് നമ്മൾ അളക്കുന്നത്. അത് നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടി. ഈ റെയിൻ ഗേജ് വെക്കുന്നതിനും ചില റൂൾ ഉണ്ട്. വെറുതെ നമ്മൾ അവിടെ തോന്നിയ പോലെ വെക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ട് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ പറയുന്ന ഐഡിയൽ ആയിട്ടുള്ളത് 600 to 900 കിലോമീറ്റർ സ്ക്വയറേ ഉള്ളൂ.
അതിന്റെ ആക്സെപ്റ്റബിൾ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 3000 കിലോമീറ്റർ സ്ക്വയറിന് ഒരെണ്ണെങ്കിലും നിർബന്ധമാണെന്നാണ് അവർ പറയണത്. ഇത് ഫ്ലാറ്റ് റീജിയൻസിന്. മൗണ്ടേനിയസ് റീജിയൻസിനാണല്ലോ ഏറ്റവും കൂടുതൽ മഴ വരുന്നത്. അപ്പോ അവിടെ ഇതിലും കൂടുതലായിട്ടുള്ള മഴയാണ്, അല്ലെ മഴയില റെയിൻ ഗേജ് ആണ് വേണ്ടത്. അവിടെ 100 to 250 കിലോമീറ്റർ സ്ക്വയറിൽ ഒരു സ്റ്റേഷൻ വേണം. അതായത് ഇവിടെ നമ്മൾക്ക് ഒരു ആവറേജ് നമ്മൾക്ക് എടുക്കുമ്പോൾ ഒരു 700 ആണെങ്കിൽ അവിടെ 250, 250 ആ റേഞ്ചിൽ തന്നെ വേണം, ഫ്ലാറ്റ് റീജിയൻസിലും മൗണ്ടേനിയസ് റീജിയനിലും. പിന്നെ ആരിഡ് റീജിയനിലും പോളാർ റീജിയനിലും ആണെങ്കിൽ, അത് നമ്മുടെ നാട്ടിലുള്ളതല്ല, അതിനാവുമ്പോൾ 10,000 കിലോമീറ്റർ സ്ക്വയറിന് ഒരെണ്ണം മതി. കാരണം അവിടെ മഴ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അവിടെ എല്ലാം മഞ്ഞല്ലേ, അപ്പോ അത്രയും മതി. ഇനി നമ്മുടെ നാട്ടിലാണെങ്കിൽ മെയിൻലി പ്ലെയിൻസിൽ 520 കിലോമീറ്റർ സ്ക്വയറിന് ഒരെണ്ണം വേണം എന്നാണ്. ഇത് നമ്മുടെ നാട്ടിലെ ജനറൽ റൂളാണ്. എലവേറ്റഡ് റീജിയൻസ് എന്ന് വെച്ചാൽ മൗണ്ടേനിയസ് റീജിയൻസ് ഇത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും ഇത് നമ്മുടെ നാട്ടിലും. മിക്കവാറും നമുക്ക് PSCയുടെ ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത് പ്ലെയിൻസിൽ എത്ര കിലോമീറ്റർ സ്ക്വയറിൽ റെയിൻ ഗേജ് വേണം എന്നുള്ളതിന്റെ ഡെൻസിറ്റി. ഇതാണ് റെയിൻ ഗേജ് ഡെൻസിറ്റി പറയുന്നത്. റെയിൻ ഗേജ് ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് റെയിൻ ഗേജിന്റെ ഓരോ കിലോമീറ്റർ സ്ക്വയറിനും എത്ര റെയിൻ ഗേജ് വേണമെന്ന്. ഇവിടത്തെയാണ് റെയിൻ ഗേജ് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ ഇപ്പൊ? ഹലോ, ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി റെയിൻ ഗേജ് എന്നാണ് ഇനിയിപ്പോ അടുത്തത് ഞാൻ പറഞ്ഞു വന്നത്. റെയിൻ ഗേജിന്ന് എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? റെയിൻ ഗേജിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും, ഡാറ്റ എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ്. ഈ ഹൈറ്റോഗ്രാഫ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ഈ ഹൈറ്റോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലോട്ട് ഓഫ് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ എഗൻസ്റ്റ് ടൈം ഇന്റർവെൽ എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ഒരു മാസ് കർവിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഈ വേർഡ് ഓർത്ത് വെക്കുക. ഹൈറ്റോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് മഴയായിട്ട് ബന്ധം, റെയിൻഫോളുമായിട്ട് ബന്ധമുള്ളത് ഹൈറ്റോഗ്രാഫ് ആണ്. ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്ചാർജുമായിട്ടാണ് ബന്ധം. അത് നമ്മൾ നെക്സ്റ്റിൽ വരാൻ പോവാണ്. അപ്പൊ റെയിൻഫോൾ നമ്മൾ കൂടുന്നതിനനുസരിച്ചിട്ട് ഇന്റൻസിറ്റി y ആക്സിസിൽ മെഷർ ചെയ്യും. റെയിൻഫോൾ ഇന്റൻസിറ്റി പ്രോഗ്രസീവ്ലി ഇൻക്രീസ് ആൻഡ് റീച്ച് മാക്സിമം ആൻഡ് ദെൻ റീച്ചസ്. നമ്മൾ എപ്പോഴും റെയിൻഫോൾ ആദ്യം തന്നെ കൂടും. റെയിൻഫോൾ ആദ്യം തന്നെ എന്നല്ല, ഒരു സർട്ടൺ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളിപ്പോ ഇത് 96 മിനിറ്റിന്റെ ഒരു ടൈം എക്സ് ആക്സിസിലുള്ള ടൈമാണ് ഉള്ളത്. ആ 96 മിനിറ്റിൽ തന്നെ ഏകദേശം ആദ്യത്തെ 30 മിനിറ്റിലാണ് ഏറ്റവും കൂടുതൽ മഴ വന്നിട്ടുള്ളത്. പിന്നെ അവിടുന്ന് കുറഞ്ഞു പോകും. ഇതാണ് ഹൈറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് എക്യുമുലേറ്റഡ് പ്രസിപ്പിറ്റേഷൻ എഗൻസ്റ്റ് ടൈം പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്താ പേര് പറയാന്നാണ്. ദാറ്റ് ഈസ് മാസ് കർവ് ഓഫ് എ റെയിൻഫോൾ. അതായത് മാസ് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസിപ്പിറ്റേഷൻ ഒരു ഏരിയയിലത്തെ മൊത്തത്തിൽ മാസ്സായിട്ട് റെപ്രസെന്റ് ചെയ്യുക, അതാണ് മാസ് കർവ്. അത് ഡ്യൂറേഷനും മാഗ്നിറ്റ്യൂഡും ഒരു സ്റ്റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൻഫോളിന്റെ ഡ്യൂറേഷനും മാഗ്നിറ്റ്യൂഡും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ആൻഡ് ഇന്റൻസിറ്റീസ് അറ്റ് വേരിയസ് ഇന്റർവെൽസ് ഓഫ് സ്റ്റോം ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ദ സ്ലോപ്പ് ഓഫ് ദ കർവ്. ഈ മാർക്ക് ചെയ്ത പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ റെയിൻ ഗേജിൽ നിന്ന് കിട്ടുന്ന ഡാറ്റേനെ നമ്മൾ ഇതുപോലെ പ്ലോട്ട് ചെയ്തിട്ട് പല രീതിയിൽ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോരോ ഇതുണ്ട്. അപ്പൊ ഞാൻ കുറച്ചും കൂടി കട്ട് ഷോർട്ട് ചെയ്തിട്ട് പറയാൻ നോക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്.